ആലുവ മൂഴിക്കുളത്ത് 3 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായ അമ്മ സന്ധ്യയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങി പോലീസ്. 2 ദിവസത്തിനുള്ളിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ചൊവ്വാഴ്ച വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ സന്ധ്യയെ റിമാൻഡ് ചെയ്തിരുന്നു. തിയോഫിൻ ചേരുകയാണ്. തിയോഫിനി സൂചിപ്പിച്ചതുപോലെ തന്നെ സമഗ്രമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇനി നടക്കാനുള്ളത്. എന്തായിരുന്നു ഈ ഒരു കൊലയ്ക്ക് പിന്നിലെ കാരണമെന്നടക്കമുള്ള വിവരങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. തിയോഫിൻ, നിലവിൽ റിമാൻഡിലാണ് ഇപ്പോൾ സന്ധ്യ. കാക്കനാട് സബ് ജയിലിലാണ്. ഇനി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ഒന്നുകൂടി ചോദ്യം ചെയ്യുകയും വേണം. അതോടൊപ്പം തന്നെ ആവശ്യമായ തെളിവുകളും ശേഖരിക്കുക എന്നാണ് പ്രധാനമായി പോലീസിന്റെ ആവശ്യം. വ്യക്തമായ, അതായത് സംഭവങ്ങളെ കുറിച്ചൊക്കെ വ്യക്തത ലഭിച്ചിട്ടുണ്ടെങ്കിൽ കൂടി എന്താണ് അടിസ്ഥാനപരമായ കാരണം, ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ് എന്ന് തെളിവ് സഹിതം അത് തിരിച്ചറിയുക എന്നതാണ് പ്രധാനമായി പോലീസിന്റെ ആവശ്യം. പോലീസ് ഇപ്പോൾ നൽകുന്ന ഒരു വിവരം അനുസരിച്ച് ഇവർ പങ്കുവച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവരിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പറയുന്നത്, ഈ കുഞ്ഞിനെ, ഇപ്പോൾ കൊല്ലപ്പെട്ട കല്യാണി എന്ന കുഞ്ഞിനെ അതിന്റെ പിതാവിന്റെ വീട്ടുകാർ അമിതമായി സ്നേഹിക്കുന്നു, വല്ലാതെ ലാളിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന് ഇവർക്ക് ദേഷ്യമുണ്ടായിരുന്നു. ആ വീട്ടുകാരോടുള്ള, ഭർത്തൃ വീട്ടുകാരോടുള്ള വൈരാഗ്യം അവർ ദുഃഖിക്കണമെന്ന് കരുതി ചെയ്തതാണ് എന്നാണ്, അതാണ് ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് പോലീസ്. പക്ഷേ വിശദമായി തന്നെ എന്തായാലും കൂടുതലായി ഇവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഈ സംഭവ സ്ഥലത്ത് ഉൾപ്പെടെ എത്തിച്ച് എല്ലാ രീതിയിലും എവിടെ നിന്ന് പോയി, നമുക്കറിയാം ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിന്റെ ഏതെല്ലാം വഴിയിലൂടെ സഞ്ചരിച്ചു, എവിടെയെല്ലാം പോയി എന്നത് ഉൾപ്പെടെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കണം. അത് പ്രതി പോലീസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വിശദീകരിക്കുകയും ചെയ്യണം. അതിനുവേണ്ടിയുള്ള ഒരു തെളിവെടുപ്പ് കൂടി നടത്തേണ്ടതുണ്ട്. അത്തരത്തിൽ വിശദമായ തെളിവെടുപ്പ് നടത്തണം. ഇതിനിടെ ഇരു കൂട്ടരുടെയും, സന്ധ്യയുടെയും ഭർത്താവിന്റെയും ചില ബന്ധുക്കളെ വിശദമായി തന്നെ ഇന്നു മുതൽ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞിരുന്നുവെങ്കിൽ കൂടി ചിലരെ ഇന്നലെ രാത്രി ചോദ്യം ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ബന്ധുക്കളിൽ നിന്ന് ഇവരുടെ ഏതെല്ലാം രീതിയിലാണ് ഇവരുടെ പെരുമാറ്റം എന്നതിനെ കുറിച്ചൊക്കെ കൂടുതൽ വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ ലഭ്യമായ വിവരം അനുസരിച്ചാണെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരും ഈ സന്ധ്യയുടെ അമ്മയും പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇവർക്ക് ചെറിയ മാനസിക അസ്വസ്ഥതകൾ, അതായത് മാനസിക പ്രശ്നമുണ്ടെന്ന് പറയുന്നില്ലെങ്കിൽ കൂടി പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരിയാണ്. അത്തരത്തിൽ വളരെ ദേഷ്യത്തോടുകൂടി പ്രതികരിക്കും എന്ന് പറഞ്ഞിരുന്നു. തന്നെയുമല്ല, ഭർത്തൃ വീട്ടുകാർ മാനസിക പ്രശ്നമുണ്ടെന്ന് പറയുന്നതിനൊരു കാരണം, കുറച്ചുനാൾ മുൻപ് ഇവരെ ഡോക്ടറെ കാണിച്ചിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത് മാനസിക പക്വത കുറവാണ് എന്നൊരു വാക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ സന്ധ്യയുടെ മാതാവിനെ കാണുമ്പോൾ അവർ അങ്ങനെ ഒരു വിവരം കൂടി പങ്കുവച്ചിരുന്നു. എന്തായാലും ഈ കൊലപാതകത്തെ കുറിച്ചുള്ള എല്ലാ സംഭവങ്ങളും, ഈ അംഗൻവാടിയിൽ നിന്ന് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയി ബസ്സിൽ കയറി ആലുവയിലേക്ക് പോയി, അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി, ഇതിനിടയിൽ കൊലപാതകം നടത്തിയെന്നൊക്കെ പറയുമ്പോൾ പോലും ഇതിന്റെ ഒരു മോട്ടീവ് ഉണ്ട്. എപ്പോഴും ഏതൊരു ക്രൈമിനും ഒരു കൃത്യമായ മോട്ടീവ് ഉണ്ട്. ആ കൃത്യമായ മോട്ടീവ് എന്താണെന്ന് തിരിച്ചറിയുകയാണ് പ്രധാനമായും പോലീസിന്റെ ആവശ്യം. ശരി, വ്യക്തമാണ്. തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.